നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. മന്ത്രിസഭയിൽ ഒരു അഴിച്ചുപണി CPM ആഗ്രഹിക്കുന്നു എന്ന ചർച്ചകളാണ് സജീവമാകുന്നത്. മുതിർന്ന നേതാക്കളെല്ലാം തന്നെ ഇപ്പോഴത്തെ മന്ത്രിമാർക്കെതിരെ ശക്തമായ രീതിയിൽ പ്രതിഷേധം രേഖപ്പെടുത്തുകയാണ്. രണ്ടാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന ജനകീയനായ ഒരു മന്ത്രി പോലുമില്ലെന്ന് വെട്ടിത്തുറന്ന് പാർട്ടി പറയുന്നു. ഇതിന്റെ എല്ലാം തിരിച്ചടി കിട്ടാൻ പോകുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിലാണെന്ന് മുതിർന്ന നേതാക്കൾ ഓർമ്മിപ്പിക്കുന്നു. പക്ഷേ എൻ്റെ അഭിപ്രായത്തിൽ മന്ത്രിമാരെ അല്ല മാറ്റേണ്ടത്, കപ്പിത്താനെയാണ് മാറ്റേണ്ടത്. കാരണം ഇതാണ് ഈ പാർട്ടിയുടെ ഏറ്റവും വലിയ ശാപം. ഈ കപ്പിത്താനെ ഒന്ന് പുറത്തെടുത്തിട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ CPM ഗതി പിടിച്ചേക്കും. പക്ഷേ കപ്പിത്താൻ ഇതുവരെ കാണിച്ചു കൂട്ടിയതിന്റെ എല്ലാം അടി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കിട്ടുമെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. അതിബുദ്ധി കാണിച്ചതാണ് പിണറായി വിജയൻ. മരുമകനെ എങ്ങനെയെങ്കിലും മന്ത്രി കസേരയിൽ എത്തിക്കാൻ വേണ്ടി ഒരു പ്ലാൻ ഇറക്കി നോക്കി. അത് 8 നിലയിലാണ് പൊട്ടിയത്. രണ്ടാം പിണറായി മന്ത്രിസഭയിൽ ഞാൻ ഒഴികെ ബാക്കി എല്ലാവരും പുതുമുഖങ്ങൾ വേണം, ചെറുപ്പക്കാരെയും പുതുമുഖങ്ങളെയും കൊണ്ടുവന്ന് ഭരണം നടത്തി ഞാൻ വിജയിപ്പിച്ച് കാണിക്കാമെന്നൊക്കെ പിണറായി വലിയ രീതിയിൽ തള്ളു നടത്തിയിരുന്നു. ലക്ഷ്യം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ, എന്തെങ്കിലും ഒരു കാരണം കണ്ടെത്തി റിയാസിനെ മന്ത്രി കസേരയിൽ എത്തിക്കണം. അതിനുവേണ്ടി ഇറക്കിയ കളിയാണ്. ശൈലജ ടീച്ചറെ വരെ പുറത്താക്കിയാണ് പിണറായി ഈ നെറികേട് കാണിച്ചത്. ആകെ ഒന്നാം പിണറായി സർക്കാരിൽ കൊള്ളാവുന്ന ഒരേ ഒരു മന്ത്രിയായിരുന്നു ശൈലജ ടീച്ചർ. ജനങ്ങളുടെ ഇടയിൽ വലിയ സ്വീകാര്യത ഉണ്ടായ നേതാവ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ ശൈലജ ടീച്ചറെ പോലും പുറത്ത് നിർത്തിക്കൊണ്ട് ഡബിൾ ഗെയിം കളിച്ചതാണ് പിണറായി. അത് പാർട്ടിയുടെ അടിവേര് തോണ്ടുന്നതിലേക്കാണ് എത്തി നിൽക്കുന്നത്. ഇനിയിപ്പോൾ ഈ അവസാന നിമിഷത്തിൽ 2 വർഷം കൂടിയേ ബാക്കിയുള്ളൂ. ഈ ഒരു അവസരത്തിൽ പാഴായ മന്ത്രിമാരെ എല്ലാം വലിച്ചു പുറത്തിട്ടാലോ എന്ന ചിന്തകളിലേക്ക് പാർട്ടിയും പിണറായിയും എത്തി നിൽക്കുകയാണ്. പക്ഷെ ജനങ്ങൾ പറയുന്നു മന്ത്രിമാരെ മാത്രം മാറ്റിയതുകൊണ്ട് കാര്യമില്ല, ഏകാധിപതിയെയാണ് ആദ്യം ചവിട്ടി പുറത്താക്കേണ്ടതെന്ന്. വലിയ പരാജയമായ ഒരു നിര മന്ത്രിമാരെ ഒഴിവാക്കാൻ ആലോചനകൾ സജീവമാണെന്നാണ് റിപ്പോർട്ടുകൾ. പിണറായി വിജയൻ മാത്രമല്ല, സംസ്ഥാന മന്ത്രിസഭയിലെ 7 മന്ത്രിമാർ വൻ പരാജയമാണെന്ന പൊതു വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് മന്ത്രിമാരെ മാറ്റി പ്രതിഷ്ഠിക്കാനുള്ള നീക്കമെന്ന ചർച്ചകളും വരുന്നു. പിണറായി മന്ത്രിസഭയിലെ വനിതാ മന്ത്രിമാരെല്ലാം നാടിന് ബാധ്യതയായിരിക്കുന്നുവെന്നാണ് പൊതുവെയുള്ളൊരു സംസാരം. ഞങ്ങൾ സ്ത്രീപക്ഷ സർക്കാരാണ്, സ്ത്രീകളോടൊപ്പമാണ് എന്നൊക്കെ കാണിക്കാൻ വേണ്ടിയാണ് ചിഞ്ചു റാണിയെയും വീണ ജോർജിനെയും ഒക്കെ ഉൾപ്പെടുത്തിയത്. പക്ഷെ അതെല്ലാം 8ന്റെ പണിയായിട്ടാണ് തിരിച്ചടിച്ചത്. വീണ ജോർജും ചിഞ്ചു റാണിയും വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നതിൽ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല എന്ന വിലയിരുത്തലാണ് സർക്കാരിനും ഘടകകക്ഷികൾക്കുമുള്ളത്. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും ഭരണത്തിൽ നേട്ടമല്ലെങ്കിലും വിജയരാഘവന്റെ ഭാര്യ എന്ന നിലയിൽ പാർട്ടിക്കുള്ളിലുള്ള ബലമാണ് ആകെയുള്ള കൈമുതൽ. പക്ഷേ ഈ കൈമുതലൊക്കെ നിങ്ങൾ പാർട്ടിക്കാർക്ക് ഉപകരിക്കുമായിരിക്കും, പക്ഷെ ജനങ്ങൾക്ക് ഉപകരിക്കില്ല. കാരണം മന്ത്രി ബിന്ദു ജനങ്ങൾക്കിടയിൽ വലിയ രീതിയിൽ അവമതിപ്പുണ്ടാക്കുന്ന രീതിയിൽ പെരുമാറിയിട്ടുള്ള മന്ത്രിയാണ്. ധാർഷ്ട്യവും അങ്ങേയറ്റത്തെ അഹങ്കാരവുമാണ് മന്ത്രി ബിന്ദുവിന്റെയും കയ്യിലിരിപ്പ്. ഇതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക് കണ്ണെടുത്താൽ കണ്ടുകൂടാ. ബിന്ദു മന്ത്രി പദവിയിൽ എത്തിയത് എങ്ങനെയാണെന്നുള്ളതൊക്കെ അറിയാവുന്ന കാര്യം തന്നെയാണ് കേരളത്തിലുള്ളവർക്ക്. പക്ഷേ ഈ രണ്ടാം സർക്കാരിന്റെ ഒരു വലിയ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അധികാരത്തിൽ കയറിയവരെല്ലാം, അതായത് മന്ത്രി കസേരയിൽ എത്തിയ മിക്കവരും അവരുടെ ജാതിയുടെയും മതത്തിന്റെയും ബലം കൊണ്ടും വോട്ട് ബാങ്ക് അവർ തന്നെ സുരക്ഷിതമാക്കിയത് കൊണ്ടും കയറിയതാണ്. അതായത് വീണ ജോർജിനെ മാറ്റിയാൽ ഓർത്തഡോക്സ് സഭയിൽ നിന്ന് എതിർപ്പുണ്ടാകുമെന്നും പത്തനംതിട്ട ജില്ലയിൽ ഇത് വലിയ തിരിച്ചടി ഉണ്ടാക്കുമെന്നും CPM ഭയപ്പെടുന്നുണ്ട്. വെറും ഒരു പാഴ് മന്ത്രിയാണ് ഈ വീണ ജോർജ്. എത്രയോ ഭംഗിയായി ശൈലജ ടീച്ചർ കൈകാര്യം ചെയ്ത ഒരു വകുപ്പാണ് ആരോഗ്യ വകുപ്പ്. പക്ഷെ ഇന്ന് അത് കുത്തഴിഞ്ഞു കിടക്കുകയാണ്. വിവാദം ഉണ്ടാകുമ്പോൾ മാത്രമാണ് ഈ വീണ ജോർജ് പൊതുസമൂഹത്തിൽ ചർച്ചയാകുന്നത്. അല്ലാതെ ആ വകുപ്പിൽ മികച്ച എന്തെങ്കിലും ഒരു കാര്യം ചെയ്തിട്ട് അവർ ഇന്നോളം ചർച്ച ചെയ്യപ്പെട്ടിട്ടില്ല. കെ കൃഷ്ണൻകുട്ടി, AK ശശീന്ദ്രൻ, KN ബാലഗോപാൽ, V ശിവൻകുട്ടി, സജി ചെറിയാൻ, P പ്രസാദ് എന്നിവരുടെ പ്രവർത്തനങ്ങൾ ശരാശരി നിലവാരം പോലും പുലർത്തുന്നില്ല. ഓരോ മന്ത്രിക്കും പിന്നിൽ ജാതിയും പാർട്ടിയും ഉണ്ടെന്നതാണ് വലിയ ഒരു പ്രതിസന്ധി. വന്യമൃഗ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിലും പരിഹാരം കണ്ടെത്തുന്നതിലും മന്ത്രി AK ശശീന്ദ്രൻ വൻ പരാജയമായിരുന്നു. വിദ്യാഭ്യാസ മന്ത്രിയാകാൻ വിവരവും വിദ്യാഭ്യാസവും വേണ്ട എന്നതിന് തെളിവായിരുന്നു ആ വകുപ്പ് കൈകാര്യം ചെയ്യുന്നവരുടെ പ്രവർത്തനമെന്ന വലിയ ആക്ഷേപം വന്നതാണ്.
ശിവൻകുട്ടി എന്ത് കാര്യത്തിനാണോ ആ വകുപ്പിൽ കയറിയതെന്ന് മൂപ്പർക്ക് പോലും അറിയത്തില്ല. അക്കവും അക്ഷരവും കൂട്ടി വായിക്കാൻ പലപ്പോഴും ശേഷിയില്ലാത്ത ശിവൻകുട്ടിയുടെ പ്രവർത്തനം കേരളത്തിന് തന്നെ അപമാനമുണ്ടാക്കിയിട്ടുണ്ട്. ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന്റെ കാര്യത്തിലും അതുതന്നെയാണ് അവസ്ഥ. മന്ത്രി ബിന്ദുവിന്റെ ഇംഗ്ലീഷും ചർച്ചയായതായിരുന്നല്ലോ. ശിവൻകുട്ടിയും മന്ത്രി ബിന്ദുവുമൊക്കെ കേരളത്തിന് ട്രോളാനുള്ള താരങ്ങൾ മാത്രമാണ്. സംസ്ഥാനത്ത് ആരോഗ്യവും വിദ്യാഭ്യാസവും ഭക്ഷ്യവും കൃഷിയുമൊക്കെ തകർന്ന് തരിപ്പണമായ വകുപ്പുകളാണ്. ഇതിന്റെ എല്ലാം ഉത്തരവാദികൾ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രിമാർ മാത്രമാണ്.